നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ആകെ ഉലച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡും അതിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണവും സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ യുദ്ധത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനൊപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത ശക്തികളെ കൂട്ടാനുള്ള ശക്തമായ നീക്കത്തിലാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളിൽ കേരളം ഭരിച്ചിരുന്ന LDF സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന BJPയും തമ്മിൽ പരസ്പരം കേസുകൾ ഒതുക്കി തീർക്കുന്ന തരത്തിലുള്ള വലിയ രാഷ്ട്രീയ കച്ചവടങ്ങളും അവിശുദ്ധ കൂട്ടുകെട്ടുകളും നിലനിന്നിരുന്നു എന്ന ശക്തമായ ആക്ഷേപം പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും മറുവശത്തെ BJP നേതാക്കൾ പ്രതിക്കൂട്ടിലായ കൊടകര കുഴൽപ്പണ കേസ് പോലെയുള്ള വിവാദങ്ങളിലുമൊക്കെ തന്നെ ഇരു പാർട്ടികളും പരസ്പരം ഒത്തുതീർപ്പിലെത്തുകയും അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. എന്നാൽ LDFന് ഭരണം നഷ്ടപ്പെടുകയും പിണറായി വിജയൻ രാഷ്ട്രീയമായിട്ട് പ്രതിരോധത്തിലാവുകയും ചെയ്തതോടെ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ പൂർണ്ണമായിട്ടും മാറിയെന്നും ED തങ്ങളുടെ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ അതീവ ശക്തമാക്കിയെന്നുമാണ് നിലവിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെ നാടകീയമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കി മടങ്ങിയ കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവത്തിൽ കേവലം പ്രാദേശിക ക്രിമിനലുകൾ മാത്രമല്ല, മറിച്ച് CPMന്റെ ഏറ്റവും ഉന്നതരായ നേതൃത്വമാണ് പിന്നിൽ പ്രവർത്തിച്ചതെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ആക്രമണം യാദൃശികമായിട്ട് സംഭവിച്ച ഒന്നല്ലെന്നും വളരെ കൃത്യമായ ആസൂത്രണത്തോടെയും ക്രിമിനൽ ഗൂഢാലോചനയുടെയുമാണ് നടപ്പാക്കിയതെന്നും ചൂണ്ടിക്കാട്ടി ED കോടതിയിൽ ശക്തമായ തടസ്സ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞു. ആക്രമണം നടക്കുന്ന സമയത്ത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നേരിട്ടുള്ള സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി കോടതിക്ക് മുന്നിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. മുൻപ് അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള അണികളെയും തദ്ദേശീയ നേതാക്കളെയും പോലീസിന് പിടിച്ചുകൊടുത്ത് ഉന്നതരെ സംരക്ഷിക്കുന്ന തന്ത്രമായിരുന്നു CPM സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ പ്രധാന നേതാക്കളെ തന്നെ കസ്റ്റഡിയിൽ വേണമെന്ന EDയുടെ കടുത്ത നിലപാട് പാർട്ടി നേതൃത്വത്തിന് വലിയൊരു പ്രഹരമായിട്ട് മാറിയിരിക്കുകയാണ്. അന്വേഷണം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് CPMന്റെ മുൻനിര നേതാക്കളും പാർലമെന്റ് അംഗങ്ങളുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, A. റഹീം കൂടാതെ മുൻ MLA പ്രശാന്ത് എന്നിവരടക്കമുള്ള പ്രമുഖരെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരാനുള്ള നിർണായക നീക്കങ്ങളാണ് ED ഇപ്പോൾ നടത്തിവരുന്നത്. ഈ നേതാക്കൾക്കെതിരെ ശക്തമായ ഡിജിറ്റൽ തെളിവുകളും മൊഴികളും ശേഖരിക്കുന്നതിനായിട്ട് കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർ അഹോരാത്രം പണിയെടുക്കുകയാണെന്നാണ് കോടതി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. റെയ്ഡ് നടന്ന സമയത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഇവരുടെ സാന്നിധ്യവും തുടർന്നുണ്ടായ പ്രകോപനപരമായിട്ടുള്ള സാഹചര്യങ്ങളും കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഇവരെ നിയമത്തിന് മുന്നിൽ നിർത്താനാണ് EDയുടെ പുറപ്പാട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസിൽ നിന്നും തടിയൂരാനായിട്ട് നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വെറും വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിവെച്ച കോടതി നടപടി അന്വേഷണ ഏജൻസിക്ക് തങ്ങളുടെ വാദങ്ങൾ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കാൻ ആവശ്യമായ സമയം നൽകിയിരിക്കുകയാണ്. അതേസമയം ഈ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന പോലീസിന്റെയും കേന്ദ്ര ഏജൻസിയായിട്ടുള്ള EDയുടെയും കണ്ടെത്തലുകൾ തമ്മിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമാണ് നിലനിൽക്കുന്നത് എന്നത് നിയമയുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. സംഭവത്തിൽ യാതൊരു വിധത്തിലുള്ള ഗൂഢാലോചനയും നടന്നിട്ടില്ലെന്നും പ്രതികളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് കേരള പോലീസ് ആദ്യം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ കേസിൽ ഇനിയും 20-ലധികം പ്രതികൾ പിടിയിലാകാനുണ്ടെന്നും അതിൽ ഒരു പ്രധാന പ്രതി ഇതിനോടകം തന്നെ വിദേശത്തേക്ക് കടന്നു കളഞ്ഞതായിട്ടും പോലീസ് സംശയിക്കുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായിട്ട് അക്രമം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ഉന്നത നേതാക്കളെയും അതോടൊപ്പം തന്നെ പ്രതികളുടെയും മൊബൈൽ ഫോണുകളൊക്കെ തന്നെ പിടിച്ചെടുത്ത് ശാസ്ത്രീയമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇതിനിടയിൽ കേസിലെ 9ാം പ്രതിയായിട്ടുള്ള ഹരീഷ് കുമാറിന് വിചാരണ കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചതും കേസിന് പുതിയൊരു വഴിത്തിരിവ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ വിഭാഗത്തിലുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ വലിയൊരു രാഷ്ട്രീയ കോലാഹലത്തിനാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വഴി തുറന്നിരിക്കുന്നത്. പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് കാണിച്ചുകൊണ്ട് കൃത്യമായ 13 കാരണങ്ങൾ നിരത്തിക്കൊണ്ട് മ്യൂസിയം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടും പ്രോസിക്യൂട്ടർ കോടതിയിൽ ഈ വാദങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കാതെ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഈ വീഴ്ച അതീവ ഗൗരവത്തോടെ കണ്ട നിലവിലെ UDF സർക്കാർ പ്രസ്തുത പ്രോസിക്യൂട്ടറെ ഉടനടി പദവിയിൽ നിന്ന് പുറത്താക്കുകയും കേസ് കാര്യക്ഷമമായിട്ട് നടത്തുന്നതിനായിട്ട് പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായിട്ട് DGP മ്യൂസിയം SHOയെ കൊച്ചിയിലേക്ക് അടിയന്തരമായിട്ട് വിളിച്ചു വരുത്തി കൂടിക്കാഴ്ച നടത്തുകയും തെറ്റായിട്ടുള്ള പ്രോസിക്യൂഷൻ ഇടപെടൽ മൂലമാണ് ജില്ലാ സെഷൻസ് കോടതി പ്രതിക്ക് ജാമ്യം നൽകിയതെന്ന കാര്യം SHO DGPയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന നിലവിൽ UDF ഭരണമായതുകൊണ്ട് തന്നെ പോലീസിനെ ഉപയോഗിച്ച കേസുകൾ ഒതുക്കി തീർക്കാനും സ്വന്തം പാർട്ടിക്കാരെയും ഉന്നത നേതാക്കളെയും ഒക്കെ തന്നെ പ്രതിപട്ടികയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും CPM ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ ഇത്തവണ അത്ര എളുപ്പമാകില്ലെന്നാണ് രാഷ്ട്രീയ രംഗത്തെ പൊതുവെയുള്ള വിലയിരുത്തൽ. ക്രൂരമായ മർദ്ദനമേറ്റ ED ഉദ്യോഗസ്ഥർ നിയമവ്യവസ്ഥയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പ്രതികളെ പൂട്ടാൻ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.
അക്രമം നടന്ന ദിവസം മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ പിണറായി വിജയനൊപ്പം കേരളത്തിലെ പ്രമുഖ CPM നേതാക്കൾ വ്യക്തമായി കാണപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ തന്നെയായിരിക്കും ED കോടതിയിൽ പ്രധാന തെളിവായിട്ട് സ്വീകരിക്കാനായിട്ട് പോകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ മുൻനിര നേതാക്കൾ ഓരോരുത്തരായിട്ട് പ്രതിസ്ഥാനത്തേക്ക് വരുമോ എന്നും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ ED വിജയിക്കുമോ എന്നുമാണ് ഇപ്പോൾ കേരളം അതീവ ഉത്കണ്ഠയോടുകൂടി ഉറ്റുനോക്കുന്നത്.